നമസ്കാരം. പാർട്ടി അണികളെ അടിമകളാക്കുന്ന പരിപാടിക്ക് CPM-ൽ പറയുന്ന പേര് അച്ചടക്കം എന്നാണ്. നേതാക്കൾ അധികാരത്തിന് വേണ്ടി മുണ്ടുപറിച്ച് അടികൂടുന്ന പരിപാടിക്ക് കോൺഗ്രസിൽ പറയുന്ന പേര് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നാണ്. അധികാരം താലത്തിൽ വെച്ച് കയ്യിൽ കൊടുത്തിട്ടും ഭരിക്കാൻ അറിയാതെ തമ്മിൽ തെല്ലുന്ന പരിപാടിക്ക് ജനങ്ങൾ പറയുന്ന പേര് ചെറ്റത്തരം എന്നാണ്. കേരളത്തിൽ 63 MLA-മാരെ കിട്ടിയ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ ദില്ലിക്ക് വിമാനം പിടിച്ച് പോയിരിക്കുകയാണ് കുറച്ച് പേർ. യുദ്ധം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞു. തോറ്റ ശത്രുവിൻ്റെ പടപ്പാളയത്തിൽ ഇപ്പോഴും ചോര കട്ട പിടിക്കാതെ ഒഴുകി നടക്കുന്നു. ഉള്ളിൽ നിറയെ പകയും വ്രണം പൊട്ടിയ ശിരസുമായി ഒരു ശത്രു ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുണ്ട്, പകയുടെ പര്യായമായ അശ്വത്ഥാമാവിനെ പോലെ. ദില്ലിക്ക് പോയിരിക്കുന്ന മൂവർ സംഘത്തിനോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങളിവിടെ ജിതേന്ദ്രിയന്മാരായിട്ടില്ല. ഉറങ്ങാൻ വേറെ കള്ളു വേണമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനം. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചാലും പോരാ, മുഖ്യമന്ത്രിയെ കിട്ടാൻ തെരുവിലിറങ്ങി ജനം സമരം നടത്തേണ്ടിയിരിക്കുന്നു. നാഴി അരിയേ ഉള്ളുവെങ്കിലും അടുപ്പുകല്ല് 3 വേണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. മുഖ്യമന്ത്രി ഒന്നേ ഉള്ളുവെങ്കിലും 3 പേര് മത്സരിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ രീതി. നേരെ മറിച്ച് CPM-നെ നോക്കൂ. വില്ലാളി വീരൻ, ഏകഛത്രാധിപതി, വിജയനഗര സാമ്രാജ്യാധിപൻ ഒന്നേ ഒന്ന് മാത്രം: പിണറായി വിജയൻ. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായിട്ട് നേരെ അങ്ങ് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണ് സാധാരണ രീതി. ഇത്തവണ ദൈവഹിതം മറിച്ചായതുകൊണ്ട് മാത്രമാണ് നടക്കാതെ പോയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴായിരിക്കും മുമ്പിലിരിക്കുന്ന പ്രാക്കുളത്തെ ബേബി സാറ് പോലും അറിയുന്നത്: ആഹാ, ഇത്തവണയും പിണറായി സഖാവ് തന്നെയാണോ മുഖ്യമന്ത്രി? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സഞ്ചിയിൽ കൈയിട്ട് പ്ലീനം രേഖയ്ക്കായി പരതും. അവിടെ വകുപ്പ് വിഭജനത്തിൽ അടിയില്ല, മന്ത്രിമാരുടെ ജാതി പ്രശ്നമല്ല. മരുമോന് കൊള്ളാവുന്ന വകുപ്പ് എത്ര കൊടുത്താലും ആരും ചോദിക്കില്ല. പിണറായി പറയും പാർട്ടി അംഗീകരിക്കും. ചോദ്യം ചെയ്താൽ കുമാരപിള്ള സാറ് പറഞ്ഞ പോലെ അച്ചടക്കം എന്താണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരും. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിൽ മുട്ടം കീറുക, മുറ്റമടിക്കുക, അടിച്ചു വാരുക, ശത്രുക്കളോട് യഥാവിധി ഏറ്റുമുട്ടുക, ഈ വിധ പണികളൊക്കെ ചെയ്തത് VD സതീശനാണ്. ഇന്ദിരാഭവനിൽ പപ്പടം കാച്ചതും മുട്ട പൊട്ടിച്ചതും രമേശ് ചെന്നിത്തലയായിരുന്നു. വേവിൻ്റെ പാകം നോക്കുക, കറിക്ക് ഉപ്പ് നോക്കുക തുടങ്ങിയ ഭാരിച്ച പണികളെല്ലാം ചെയ്തത് KC വേണുഗോപാലാണ്. കയ്യിലൊരു ഓടക്കുഴലുള്ളതെടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടുപ്പിലൂതിയത് പുറത്താരും കണ്ടില്ല. ആ വേണുനാഥം കേട്ട് പഴയ ഗ്രൂപ്പുകാരൊക്കെ ചുറ്റും കൂടി. ദില്ലിയിലെ നമ്പർ 1 ജനപദിലെ ഹൈക്കമാൻഡിൻ്റെ അടുക്കളയിൽ നിന്നും ഇന്നോ നാളെയോ നല്ല നേരം നോക്കി പുക ഉയരും. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ സൂചനയായിട്ടാണല്ലോ. ഹൈക്കമാൻഡിൻ്റെ ചിമ്മിനിയിൽ നിന്നും വെളുത്ത പുകയാണെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി, കരിഞ്ഞ പുകയാണെങ്കിൽ ചെന്നിത്തല മുഖ്യമന്ത്രി. ഇതിൻ്റെ രണ്ടിൻ്റെയും പുക ഒന്നിച്ചു കണ്ടാലേ സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിയുകയുള്ളോ എന്ന് പ്രവർത്തകർ ചിന്തിക്കും. KC ആണ് മുഖ്യമന്ത്രിയെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ ചെന്ന് ജൗളി പൊക്കി കാണിക്കും, അല്ലാതെ വേറെ വഴിയില്ല. ജനാധിപത്യത്തിൻ്റെ ആ സൗന്ദര്യവർദ്ധക പരിപാടി കാണാൻ ദയവായി വനിതാ MLA-മാരോട് അങ്ങോട്ട് പോകാതിരിക്കാൻ പറയണം. പ്രതിഷേധം മുണ്ടുപൊക്കൽ നടത്തുന്നവന് ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും പ്രശ്നമല്ല. ഇതിനിടയിൽ അടിയന്തരമായി KPSC ചെയ്യേണ്ടത് ആ ചെറിയാൻ ഫിലിപ്പിനെ ഏതെങ്കിലും കുടുസുമുറിയിൽ പൂട്ടിയിടുക എന്നതാണ്. ആരും മുഖ്യമന്ത്രിയായാലും ഭരണക്കൂറുകാരനായ ചെറിയാൻ ഫിലിപ്പ് കെട്ടിപ്പിടുത്തത്തിന് തയ്യാറായി മുത്തം കൊടുക്കാൻ ഇറങ്ങി മുറ്റത്തങ്ങനെ നിൽക്കുകയാണ്. വരുന്ന പെണ്ണുങ്ങളെ ഒന്നും അയാൾ വെറുതെ വിടുന്ന മട്ടല്ല. 63 MLA-മാരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഈ ചളുങ്ങിയ ഹൈക്കമാൻഡാണോ ഇന്ത്യ മൊത്തത്തിലങ്ങ് പിടിക്കാൻ പോകുന്നത്? ഇന്നീ കോൺഗ്രസ് ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതനായ KC വേണുഗോപാൽ എത്ര ഉദാരമായിട്ടാണ് നമ്മളോട് ചോദിക്കുന്നത്: ഞാനല്ലാതെ മറ്റാരുണ്ട്? ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് കേരളം ഭരിച്ചുകൂടാ? അതും ഇവിടുത്തെ ഒരു MP ആണല്ലോ. ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കിയെന്ന ക്രെഡിറ്റും കിട്ടും. KC ചുമതലയിലിരിക്കുന്ന കാലത്തോളം നെഹ്റു കുടുംബത്തിന് ഇന്ത്യ ഭരിക്കാൻ ഉടനെയൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന പോലെ പ്രിയങ്കയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ. ഫണ്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ലൂസിഫറിലെ ബോബിയെ പോലെ KC ഫണ്ട് കൊണ്ടുവന്നു. 63 MLA-മാർക്കും യഥാവിധി വീതിച്ചു കൊടുത്തു. അവർ ഹാപ്പിയായി. ജതിൻ രാമദാസ് വരുമെന്ന് പറഞ്ഞു. ഭരിക്കാൻ നേരമായപ്പോൾ KC വേണുഗോപാൽ ജതിൻ രാമദാസിൻ്റെ വേഷം കെട്ടി വന്നു. കളപറിക്കാൻ നാടാകെ നടന്നവൻ്റെ ഖദറിൽ ചോരയും ബഫൂൺ എന്ന പേരും നുണയനെന്ന ആക്ഷേപവും. മഹാഭാരത യുദ്ധത്തിൻ്റെ തുടക്കം. മറുചേരിയിൽ ആചാര്യന്മാരും പിതാമഹനും ഒക്കെ നേർക്കുനേരെ നിന്നപ്പോൾ പൂർവ്വബന്ധങ്ങളും കടപ്പാടുകളും ഓർമ്മ വന്ന പാണ്ഡവരിൽ പലർക്കും അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു: ഊർജ്ജസ്വലനായ ഒരാളെ ഞാൻ തരാം.
ആഞ്ഞടിച്ചു കയറാനും തന്ത്രം മെനയാനും പറ്റിയ ഒരുത്തൻ, ദൃഷ്ടദ്യുമ്നൻ. എല്ലാവരും അത് കൈയടിച്ചു പാസാക്കി. ഇവിടെ സമുദായത്തിലെ ആചാര്യന്മാരുടെയും മറ്റും മുഖത്തു നോക്കി ഒന്നും പറയാൻ കെൽപ്പില്ലാതെ നിന്നവരാണ് ഇപ്പോൾ അവകാശവാദവുമായി എഴുന്നള്ളിയിരിക്കുന്നത്. തുടർഭരണം പിണറായി വിജയൻ്റെ കക്ഷത്തിൽ വെച്ച് കൊടുത്ത് ചെന്നിത്തല ബ്ലങ്കിയിരുന്നപ്പോൾ മാഡം സോണിയയാണ് സതീശനെ വിളിച്ച് ഭരണം തിരിച്ചു പിടിക്കാൻ ചുമതലപ്പെടുത്തിയത്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവുമാക്കി. അന്ന് സതീശൻ ഒരു വാക്ക് കൊടുത്തത്രേ, ആ കർത്തവ്യം ഞാൻ ഭംഗിയായി നിറവേറ്റിക്കൊള്ളാം. ആ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വിജയം. സുഖമില്ലാതിരിക്കുന്ന സോണിയയ്ക്ക് അതൊന്നും ഓർമ്മയുണ്ടാകില്ല. പ്രതികൂല കാലാവസ്ഥയിൽ ഇന്നും ഹൈക്കമാൻഡ് തെരച്ചിൽ തുടരുകയാണെങ്കിൽ ഒരാളെ കണ്ടെടുക്കും, നമുക്കായി ഒരു മുഖ്യമന്ത്രിയെ. വേണുഗോപാലിനെയാണ് മുഖ്യനാക്കി നിശ്ചയിക്കുന്നതെങ്കിൽ KPCC അടിയന്തരമായി ഒരു നിർദ്ദേശം കൊടുക്കണം. ഇന്ദിരാഭവൻ്റെ മുമ്പിൽ വന്ന് കോൺഗ്രസ്സുകാരും ഞങ്ങളെ തുണി പൊക്കി കാണിക്കരുത്. അതെന്താ സണ്ണിച്ചായ, അപ്പോൾ ഈ ജനാധിപത്യത്തിന് സൗന്ദര്യമില്ലേ?